ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? വേൾഡ് വൈഡ് പോപ്പുലേഷൻ നോക്കിയാൽ 15-45% ആൾക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു 10 പേരിൽ 4 മുതൽ 5 പേർക്ക് ഇത് കാണും. എന്നാൽ ഇതിന്റെ അവയർനെസ് വളരെ വളരെ കുറവാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയാൽ ക്രമേണ ഇത് നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടി നിങ്ങൾക്ക് പ്രീ ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസും വരാൻ ചാൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നോർമൽ എമൗണ്ട് ഓഫ് ഇൻസുലിൻ അതിന്റെ ജോലി ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ അതിന്റെ ചെയ്യുന്നത്. ഇൻസുലിന്റെ ബയോളജിക്കൽ റെസ്പോൺസ് കുറയുമ്പോൾ പാൻക്രിയാസ് അവരുടെ ബീറ്റ സെൽസിൽ നിന്നും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അത് ഹൈപ്പർ ഇൻസുലിനീമിയയിലോട്ട് ചെന്നെത്തും. ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മെന്റലി ലാക്ക് ഓഫ് ഫോക്കസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ടാവും. ഇനി ചിലവർക്ക് ഫിസിക്കൽ സിംറ്റംസ് ആവും, വിശപ്പ് വളരെ കൂടുതൽ, ബ്ലോട്ടിംഗ് ഉണ്ടാവുക, ഭക്ഷണത്തിന് ശേഷം എക്സസ് ആയിട്ട് ഉറക്കം തൂങ്ങുക, അരക്കെട്ടിന്റെ അവിടെ വണ്ണം കൂടി അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുക, അല്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ഗെയിൻ ചെയ്യുക. ഇതിന് പുറമെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ കൂടുക, ബ്ലഡ് പ്രഷർ കൂടുക, എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് സ്കിൻ ലീഷൻസ് ഉണ്ടാവുക.